ഹായ് കൂട്ടുകാരെ, ചെറുപയർ കൊണ്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് അളവിൽ നവര അരിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്ന് 4 മണിക്ക് ശേഷമാണിത് കഞ്ഞിയാക്കാൻ പോകുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകി വാരി നമുക്ക് മൺചട്ടിയിൽ വേവിച്ചെടുക്കാം. കഞ്ഞി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വല്ലാതെ ഉപ്പിടരുത്. ഉപ്പ് ഏറിയാൽ കഞ്ഞിക്കൊരു സ്വാദുണ്ടാവില്ല. പാകത്തിന് ഉപ്പാവാൻ ശ്രദ്ധിക്കണേ. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് മലരണം. അപ്പോഴാണ് അതിന് സ്വാദുണ്ടാവുക. അരിയും നല്ലപോലെ ചോറായി വന്നിട്ടുണ്ട്. ചെറുപയറും വന്നിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. കുറച്ചേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം പോരെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് പറന്നു കൊടുക്കാം. ഇത് പാകമാണ്. ഇനി ഒരു നുള്ളു നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കർക്കിടക മാസത്തിൽ 10 ദിവസം, ആദ്യത്തെ 10 ദിവസം 10 തരം കഞ്ഞിയാണ് കുടിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മൂത്രമൊക്കെ ഒഴിഞ്ഞു പോകാനും വേറെ ശുദ്ധിയാവാനും പോഷക സമൃദ്ധമായ ഈ കഞ്ഞികൾ നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കാം. അപ്പോൾ ഇത് നാളികേരം ഒന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി വെന്ത് വരണം. അപ്പോഴാണ് അതിൻ്റേതായ ഒരു രുചി വരിക. ഒരു നുള്ളു നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വല്ലാതെ നെയ്യ് വേണ്ട. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക്, അമിത രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നെയ്യ് ചേർത്തോളണം എന്നില്ല. നല്ലൊരു രുചിക്ക് വേണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. കുഞ്ഞു കുട്ടികൾക്ക് ഈ ഒരു ചെറുപയറിനും നവരയരിക്കും ഒപ്പം ഒരു ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു ശർക്കരയും കുറച്ച് പാലും, പശുവിൻ പാലും ചേർത്ത് നമുക്ക് കഞ്ഞിയാക്കി കൊടുക്കാം. അതൊരു പായസത്തിൻ്റെ രുചിയും കിട്ടും. ശർക്കര നല്ലതുമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചെറുപയർ നവരയരിക്കഞ്ഞി. ഇനി ഇത് ഒന്ന് ചൂടാറിയ ശേഷം കുടിക്കാം. ഈ ഒരു ഔഷധ കഞ്ഞിയോടൊപ്പം ഞാൻ കൂട്ടാൻ പോകുന്നത് നല്ല കുരുമുളക് രസമാണ്. കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും തക്കാളിയും വാളംപുളിയും ചേർത്തിട്ടുള്ള ഒരു കുരുമുളക് രസം. കൂടെ തന്നെ ചേനന്തണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ അവിയലും ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, വീഡിയോ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.